പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ സന്തോഷത്തോടു കൂടി തന്നെ വിക്രമിനെ വിളിക്കുന്ന സമയത്തിന് വിക്രമിന് ഏതായാലും വേദയുടെ കൂടെ പോവാതിരിക്കാനൊന്നും തോന്നുന്നില്ല. വേദ ഇപ്പൊ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന മട്ടായിരിക്കട്ടെ വിക്രത്തിന്. കാരണം വിക്രം അത്രമാത്രം വേദയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. വേദ വിളിക്കുന്ന സമയത്തും വേദയുടെ വീട്ടുകാരനെ പറ്റിയിട്ട് മാത്രമായിരിക്കും വിക്രത്തിന്റെ ചിന്ത. കാരണം ശ്രീകാന്തിന്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാലോ വിക്രത്തിന്. ഇനി വേദയുടെ കൂടെ താൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് പോലും വിക്രം ചിന്തിക്കുന്നുണ്ട്. വിക്രമിനെയും വേദയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും പത്മം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവരെ കൂട്ടിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് ഉമ്മറത്ത് ആരെയും കാണുന്നില്ല. എന്നാൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരെയും അവിടെ കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി ചെന്ന് നോക്കുന്ന സമയത്തിന് ശങ്കരനാരായണനും ശ്രീകാന്തും വർഷയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി അവരോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ദേ ഒരുമാതിരി വിളിച്ചു വരുത്തിയിട്ട് പോക്കിത്തരം കാണിക്കരുത്. അന്നേരം ഒന്നും മനസ്സിലാവാത്ത ശങ്കരനാരായണൻ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, അവരെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മുറ്റത്താണ് അവിടെ വന്ന് നിൽക്കുന്നത്. അവർ വന്ന സമയത്തിന് അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. എന്താ ശങ്കര, നിനക്കിതൊന്നും അറിയില്ലേ എന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി. ഞങ്ങൾ നിന്നോടൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് വരുവാണെന്ന്. എന്നിട്ട് ആ സമയത്ത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ അതെന്താ തുറന്നു പറയാതിരുന്നത്? ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം അവരെ അപമാനിക്കാനാണ് നിങ്ങളുടെ പ്ലാന്. ഏതായാലും ഇതൊട്ടും തന്നെ ശരിയല്ല ശങ്കര എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. മുത്തശ്ശിയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ടിട്ട് ശ്രീകാന്ത് ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തിന് പത്മം ചോദിക്കുന്നത്, അമ്മ പറയുന്നതൊക്കെ കേട്ടില്ലേ ശങ്കരേട്ടാ? നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ലട്ടോ എന്നൊക്കെ പറയും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടതിന് പിന്നെ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് ശ്രീകാന്തിനും വർഷക്കും ഒത്തിരി സന്തോഷമായിരിക്കും. ഏതായാലും വേദയും വിക്രമും വന്ന പോലെ തന്നെ നാണം കെട്ടി പോകേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ ശ്രീകാന്ത് ഇത്രമാത്രം സന്തോഷിക്കുന്നത്. മുത്തശ്ശിയുടെ വാക്ക് കേട്ടിട്ട് പോലും അച്ഛൻ ഒരിക്കലും അവരുടെ അടുത്തേക്ക് ചെന്നില്ല. അവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അച്ഛൻ ഒരു പക്ഷേ അകത്തേക്ക് പോയിരിക്കുന്നത്. ഇനി ഒരിക്കലും അവരെ സ്വീകരിക്കാൻ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അവർ നാണം കെട്ട് അവിടെ നിന്ന് പോവേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ശങ്കരൻ അവരെ വിളിക്കാൻ വരാതെ നേരെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നതോടുകൂടെ തന്നെ മുത്തശ്ശിയും ആകും ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുമായിരിക്കും. ഈ സമയത്തിന് പുറത്തു നിന്ന് മാഷിങ്ങനെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ എന്താ, നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര നേരമായി നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് അകത്ത് നിന്നും ആരെയും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതാ ഇതൊന്നും ഒരിക്കലും ശരിയാവില്ലെന്ന്. അന്നേരം കമലമ്മ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, അവരിപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും മാഷേ എന്ന് പറയുന്ന സമയത്തിന് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. വേദ വളരെ വിഷമത്തോടു കൂടെ തന്നെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ശങ്കരൻ നേരെ അകത്തേക്ക് പോയിരിക്കുന്നത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ശങ്കരനാരായണൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ശ്രീകാന്തിന്. ശങ്കരനെ കണ്ട ഉടനെ തന്നെ മുത്തശ്ശി പത്മത്തിനോട് പറയുന്നത്, പത്മം പെട്ടെന്ന് തന്നെ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് പോകാൻ നമുക്ക് അവരെ അകത്തേക്ക് സ്വീകരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവർ താലിത്തട്ടും നിലവിളക്കുമായിട്ട് പുറത്തേക്ക് വരട്ടോ ഇവരെല്ലാവരെയും അകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിലവിളക്കുമായിട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് സുധാകര മാഷിനും വീട്ടുകാർക്കും ഒരുപാടധികം സന്തോഷമായിരിക്കും. നിലവിളക്കുമായിട്ട് ആരതി ഒഴിഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിക്രത്തിനെയും വേദയും അകത്തേക്ക് സ്വീകരിക്കുന്നത്. ഇത് കാണുന്ന സമയത്തിന് വേദ സന്തോഷത്തോടെ വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ്. ഒത്തിരി അധികം ഇഷ്ടത്തോടു കൂടെ തന്നെ ആയിരിക്കട്ടെ വിക്രം വേദയെ നോക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് തീരെ സഹിക്കാൻ കഴിയാതെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും ശ്രീകാന്ത്. അങ്ങനെ ആരതി ഒഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നത്, ശ്രീകാന്തെ, വിക്രത്തിന്റെ കാല് കഴുകിച്ചതിന് ശേഷം വേണം അവനെ അകത്തേക്ക് സ്വീകരിക്കാനായിട്ട്. അതുകൊണ്ട് നീ അവന്റെ കാല് കഴുകി കൊടുക്കുമെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ശ്രീകാന്ത് വിക്രത്തിന്റെ കാല് കഴുകാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കാണുന്ന സമയത്തിന് ശങ്കരനാരായണൻ ചോദിക്കുന്നത്, എന്താ ശ്രീകാന്തെ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നീ അവന്റെ കാല് കഴുകി കൊടുക്കുമെന്ന് പറയുന്ന സമയത്തിന് മറ്റു നിവൃത്തിയില്ലാതെ ആകെ പെട്ടുപോകുന്ന ഒരവസ്ഥയിലായിരിക്കട്ടെ ശ്രീകാന്ത്. ആ സമയത്തിന് വിക്രം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിനെ എങ്ങനെ നോക്കും. ശ്രീകാന്ത് മറ്റു നിവൃത്തിയില്ലാതെ ദേഷ്യപ്പെട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് വെള്ളവുമായി ചെല്ലുന്ന സമയത്തിന് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് കാലിങ്ങനെ നീട്ടി കാണിച്ചു കൊടുക്കും. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ ശ്രീകാന്ത് ഇങ്ങനെ വിക്രത്തിന്റെ കാല് കഴുകി കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ വിക്രം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിനെ എങ്ങനെ നോക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വർഷക്കും നന്ദിനിക്കും ദേഷ്യം അടക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. കാല് കഴിച്ചതിന് ശേഷം പറയുന്നത്, പത്മം ആ നിലവിളക്ക് നേരെ വേദിയുടെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറയും. വേദ അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കോളൂ എന്ന് പറയും. ഭയങ്കര സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ വിക്രമും വേദയും നിലവിളക്കുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. വിക്രവും വേദയും അകത്തേക്ക് കയറി വന്നതിന് ശേഷം ശങ്കരനാരായണൻ ഇങ്ങനെ മാഷിനോട് പറഞ്ഞിട്ട്, ഇനി എല്ലാവരും അകത്തേക്ക് കയറി വരൂ എന്ന് പറയുന്ന സമയത്തിന് മാഷും കുടുംബവും എല്ലാവരും അകത്തേക്ക് കയറി വരും. നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വേദ വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം ഒരുപാട് സ്നേഹത്തോടു കൂടി ആയിരിക്കട്ടെ വിക്രമിനെ നോക്കുന്നത്. ഈ സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, എല്ലാവരും അകത്തേക്ക് കയറി വന്ന് ഇവിടെ ഇരിക്ക്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് പായസം എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും ദീപ്തിയും നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും പായസം കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്.
അങ്ങനെ ശങ്കരനാരായണ സുധാകരൻ മാഷോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏതായാലും സംസാരിച്ചിരിക്കുക, എനിക്ക് അകത്ത് കുറച്ച് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശങ്കരൻ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. ഈ സമയത്തൊക്കെ വിക്രമും വേദയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ വർഷക്കും ശ്രീകാന്തിനും ഇതൊട്ടും തന്നെ അങ്ങ് സഹിക്കുന്നില്ല. ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, ഇനി നമുക്ക് മറ്റു ചടങ്ങിലേക്ക് കടന്നാലോ എന്ന് പറയും. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട്, ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വർഷയെ വിളിക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, വർഷയെ നീ നിന്റെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ അച്ഛമ്മയോട് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കുഞ്ഞുവിനെ കാണാൻ വേണ്ടിയിട്ട് വേദമോൾ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നിരുന്നു. അന്ന് വേദമോൾക്ക് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം കുഞ്ഞിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് വേദമോൾ ഏതായാലും ആദ്യം കുഞ്ഞിനെ കാണട്ടെ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അന്നേരം അച്ഛമ്മ ചോദിക്കുന്നത്, ഓ അതായിരുന്നോ കാര്യം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടി തന്നെ ആയിരിക്കും വർഷ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് വേദയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കുഞ്ഞിനെ കാണുന്ന സമയത്തിന് വേദക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദയുടെ സന്തോഷം കണ്ടുകൊണ്ട് തന്നെ വിക്രം വേദയുടെ മുഖത്തേക്ക് കണ്ണുമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ വേദയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം കുഞ്ഞിനെ എങ്ങനെ കൊഞ്ചിക്കും ലാളിക്കും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്തിന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദയുടെ ആ ഒരു സന്തോഷം കാണുന്ന സമയത്തിന് വീട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്നു കേട്ടോ. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും ശ്രീകാന്തും വർഷയും. ശ്രീകാന്തിനും വർഷക്കും ഇവരുടെ ഈ ഒരു സന്തോഷം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അവർ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നതെല്ലാം തന്നെ നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരുടെ ഒന്നും കണ്ണിൽ പെടാതെ വർഷയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നന്ദിനി നേരെ വർഷയെ അന്വേഷിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകും. നന്ദിനി വന്നിട്ട് വർഷയോട് പറഞ്ഞിട്ട്, വർഷേച്ചി ഇതെല്ലാം കണ്ടിരുന്നോ? ഇത്ര കാലം കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ രണ്ട് വീട്ടുകാരും? ഇപ്പൊ അതേ സ്നേഹത്തോടെ രണ്ട് വീട്ടുകാരും ഒന്നിച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് വർഷേച്ചിക്കൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ് നന്ദിനി. അന്നേരം വർഷ പറയുന്നത്, നമുക്കൊക്കെ ഇതിലെന്ത് ചെയ്യാൻ പറ്റും നന്ദിനി? അമ്മയും അച്ഛമ്മയും കൂടിയല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ നന്ദിനി ചോദിക്കുന്നത്, ഓഹോ നിങ്ങളും ഇപ്പൊ അങ്ങനെ തന്നെയാണോ പറയുന്നത്? വിക്രം വേദിയുടെ ഭർത്താവായിട്ട് നിങ്ങളും അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? അന്നേരം വർഷ പറഞ്ഞത്, എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ്. ഒരിക്കലും അവരുടെ ആ ഒരു ബന്ധം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഒരിക്കലും വിക്രവും വേദിയും സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും അവർ സന്തോഷത്തോടെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അവരെ പിരിക്കാൻ പിന്നെ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ നന്ദിനി. അന്നേരം ഞാൻ എന്ത് ചെയ്യാനാ നന്ദിനി എന്നിങ്ങനെ വർഷ ചോദിക്കുന്ന സമയത്തിന്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയട്ടെ നന്ദിനി. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടായിരിക്കും ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം എന്താ ശ്രീജയെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട്, നന്ദിനി മുകളിലേക്ക് പോകുന്നതും കണ്ടുകൊണ്ടതിന് അമ്മയാണ് എന്നോട് നന്ദിനിയെ വിളിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നന്ദിനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണെന്ന് പറയും. അങ്ങനെ ശ്രീജ ഏതായാലും നന്ദിനിയെ കൂട്ടിയിട്ട് താഴേക്ക് പോകുന്ന സമയത്തിന് ശ്രീകാന്ത് വന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവള് വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തേട്ട നമുക്കിനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നന്ദിനി പറഞ്ഞതുപോലെ ഒരിക്കലും ഇവിടെ നിന്നും വിക്രമും കുടുംബവും സന്തോഷത്തോടെ ഇറങ്ങി പോകാൻ പാടില്ല. അവരെ മുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ വർഷ. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, എനിക്കിപ്പോൾ തന്നെ അവരെ എവിടെ നിന്നും അടിച്ചോടിപ്പിക്കാനാ തോന്നുന്നത്, പ്രത്യേകിച്ച് ആ വിക്രമിനെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനും മുത്തശ്ശിയും ചേർന്നിട്ടല്ലേ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ വേദ വന്നിട്ട് വിക്രമിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് വേദയുടെ മുറിയിലകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രമിന് കാണിച്ചു കൊടുക്കുകയാണ്. വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കട്ടെ ശ്രീകാന്തും വർഷയും. വേദ മുറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വേദ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് വിക്രം വളരെ ഇഷ്ടത്തോടു കൂടി അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നിപ്പോവട്ടെ വേദക്ക്. വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ദേഷ്യവും മുൻഷിയുണ്ടൊക്കെ എവിടെ പോയി? അല്ല സാധാരണ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രമാത്രം ക്ഷമപൂർവ്വം കേട്ടു നിൽക്കാറൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിത് എന്ത് പറ്റി? ഇനിയൊരു പക്ഷേ എൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കാട്ടോ വേദ. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, ഓ പിന്നെ എനിക്ക് നിന്റെ വീട്ടുകാരെയൊന്നും പേടില്ല. നിന്റെ അച്ഛനെയും ചേട്ടനെയും എനിക്ക് ഒട്ടും തന്നെ പേടില്ല. എന്നോടങ്ങാനും അവർ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാനത് അവരോടങ്ങ് തിരിച്ചു പറയും, അത്രേ ഉള്ളൂ. ഇപ്പം തൽക്കാലം അവരെന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഞാനും അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ടായേ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം ചിരിച്ചുകൊണ്ട് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.